നീ എനിക്ക് ആദ്യമായിട്ടൊരു ഉപകാരം ചെയ്തു. ആ, നീ പിടിച്ചില്ലായിരുന്നെങ്കിലേ ഈ മുളകുപൊടി മുഴുവൻ തറയിൽ വീണേനെ. ഞാൻ ഉപകാരിയാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. പക്ഷേ അതിന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട. പിന്നെ ഞാൻ പിടിച്ചില്ലായിരുന്നെങ്കിലേ മുളകുപൊടി താഴെ പോകുന്ന മാത്രല്ല, നിങ്ങളും വീണ് നിങ്ങളുടെ നടു ഓടിയുമായിരുന്നു. ശത്രുവാണെങ്കിലും നിങ്ങളെ ഞാൻ രക്ഷിച്ചത് എന്റെ താല്പര്യം കൊണ്ടൊന്നുമല്ല. പിന്നെ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ട് ശത്രുക്കളെ രക്ഷിക്കണമെന്ന്. നിങ്ങൾ വീഴാൻ പോയപ്പോഴേ അബദ്ധത്തിൽ ഞാനത് ഓർത്തുപോയി. യേശു അങ്ങനെ പറഞ്ഞത് ശരിയായില്ലല്ലേ? ശത്രുവിനിട്ട് പണി കൊടുക്കാതെ ചിലർക്കൊന്നും ഉറക്കം വരില്ലെന്നേ യേശുവിന് അറിയില്ലല്ലോ. വന്നോ അടിച്ചുതള്ളിക്കാരി? അവള് വന്നു, വാചകൊടിയും തുടങ്ങി. നീ പാലിക്കേണ്ട ഒരു ശൈലി ഞാൻ ആദ്യമേ പറഞ്ഞു തരാം. നീ നാവടക്ക്, എന്നിട്ട് പണിയെടുക്ക്. ഞാൻ പണിയെടുക്കാൻ തന്നെയാ വന്നത്. പക്ഷേ എന്റെ നാക്കിന് വിലങ്ങ് വെക്കാൻ ആരും വരണ്ട. ഞാൻ പ്രതികരിച്ച് ശീലിച്ചാ വളർന്നത്. നീ വളർന്നത് എങ്ങനെയാണെന്നൊന്നും ഇവിടെ വിളമ്പണ്ട. അതൊക്കെ ഞങ്ങൾക്കറിയാം. ഉണ്ണിയെ കണ്ടാൽ അറിയില്ലേ ഊരിലെ പഞ്ഞം. അല്ല, നിങ്ങൾക്ക് എന്നെ കുറിച്ച് എന്തറിയാം? ആദ്യം അതറിയട്ടെ. അത് കഴിഞ്ഞിട്ട് ഈ ജോലിയിലേക്ക് കടക്കാം. വെറുതെ വഴക്കുണ്ടാക്കല്ലേ മീനാക്ഷി. വഴക്കൊന്നുമല്ല, കാര്യം അറിയണ്ടേ? അതെ, നീ അടിച്ചു തൂക്കാൻ ഒരുങ്ങി ഈ വീടിനകം ആകെ അലങ്കോലം ആക്കി ഇട്ടിരിക്കുക. ആദ്യം അത് ശരിയാക്ക്, അതിനുശേഷം മതി വഴക്ക്. നിങ്ങൾ എല്ലാവരും കൂടി മനഃപൂർവ്വം എന്നെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുക. ഇപ്പൊ തന്നെ ഈ മുളകുപൊടി താഴെ വീണ് ചിതറിയിരുന്നെങ്കിൽ അത് എന്നെ കൊണ്ട് വാരിപ്പിക്കാമെന്ന് നിങ്ങൾ പ്ലാൻ ചെയ്തിരുന്നില്ലേ? ഇല്ലേ? ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. അതെ, നിന്റെ മനസ്സിലെ കുനിഷ്ടും കുതന്ത്രവും ഒക്കെയാ നീ ഇവിടെ വിളമ്പുന്നത്. ഈ പറഞ്ഞതൊക്കെ നിങ്ങൾക്കാ ഉള്ളത്, എനിക്കല്ല. ഞാൻ എത്ര ദിവസം ഇവിടെ വന്നിട്ട് ഞാൻ നിങ്ങളെ സ്റ്റഡി ചെയ്യുമല്ലേ? സ്റ്റഡി ചെയ്യാൻ നീ ആരെ, പ്രൊഫസറോ? നീ ചെമ്പകമംഗലത്ത് വന്നത് വല്ല തീസീസും തയ്യാറാക്കാനാണോ? അല്ല, അറിയാൻ മേലാഞ്ചിട്ട് ചോദിച്ചതാ. അതെ, ഇവിടെ നിങ്ങളെയൊക്കെ ശരിക്കും സ്റ്റഡി ചെയ്താലേ ഒരു നോവൽ എഴുതാം. പാരഭവനമെന്ന് അതിന് പേരിടാം. മര്യാദയ്ക്ക് സംസാരിക്കണം. ഞാൻ ഇവിടുത്തെ ആരാണെന്ന് നിനക്കറിയാവോ? അവളങ്ങ് വെട്ടി വെട്ടി കേറുകയാണല്ലോ. വെട്ടി വെട്ടി കേറുമല്ല, എന്നെ വെട്ടി വീഴ്ത്താനുള്ള നിങ്ങളുടെ ഓരോരോ നീക്കങ്ങളെ കുറിച്ച് പറഞ്ഞതാ. മര്യാദയ്ക്ക് ഏറ്റ ജോലി ചെയ്യടി. അത് ചെയ്യും, ചെയ്യാൻ തന്നെയാ വന്നിരിക്കുന്നത്. അങ്ങോട്ട് ചെയ്യ്. കണ്ടോ പണിയായതുങ്ങളാ? കണ്ടോ കണ്ടോ? നിങ്ങളൊക്കെ എന്നെ എത്ര ദ്രോഹിക്കാൻ ശ്രമിച്ചാലും എനിക്കൊരു ചുക്കും സംഭവിക്കില്ല. എനിക്കെന്റെ അമ്മയുണ്ട് കൂടെ. എന്റെ അമ്മയുടെ അനുഗ്രഹം എനിക്കുള്ളത്. പക്ഷേ എന്നോട് നിങ്ങൾ എല്ലാവരും കാണിക്കുന്ന ഈ അവഗണനയും കളിയാക്കലും ഒക്കെ ഉണ്ടല്ലോ, അതിന് ദൈവം ചോദിക്കും നിങ്ങളോട്. ദൈവം വേണ്ടടി, ഞാൻ ഇപ്പൊ തന്നെ ചോദിക്കാം നിന്നോട്. അഹങ്കാരി എടി, നിന്നെ ഉണ്ടല്ലോ. അമ്മേ, അമ്മേ, അയ്യോ, 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 നിന്ന് ചിരിക്കുന്നോടി. അതെ, പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെന്നായിരുന്നു. ഇപ്പൊ ദൈവം അപ്പഴാ. ദൈവമേ, നിനക്ക് നന്ദി. നിന്ന് പ്രസംഗിക്കാതെ ഒന്ന് പിടിച്ചെഴുന്നേപ്പിക്കടി. എനിക്ക് തീരെ സൗകര്യമില്ല. വേണമെങ്കിൽ ഞാനേ ഒരു ക്രെയിൻ വിളിക്കാം. ഞാൻ ഇവിടെ എഴുന്നേറ്റുണ്ടല്ലോ, നിന്റെ അന്ത്യ കൂതാശയാ, നോക്കിക്കോ. എഴുന്നേറ്റിട്ട് വേണ്ടേ കൂതാശയും വെഞ്ചരിപ്പും ഒക്കെ? ഇതേ ഒരു ഗുണപാഠമാ. ചട്ടനെ പൊട്ടൻ ചതിച്ച പൊട്ടനെ ദൈവം ചതിക്കും.
കെട്ടിലമ്മ ചമഞ്ഞ് അന്യർക്കിട്ട് വേല വെക്കുമ്പോ ഓർക്കണം. അയ്യോ വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ മഹാപാര മഹാപാര. എടി, നിന്നെ ഉണ്ടല്ലോ. അയ്യോ അമ്മേ, ആരുമില്ലേ ഇവിടെ? അയ്യോ, ഇന്നാരാ ഇവിടെ കൊണ്ടിട്ടത്? അയ്യോ അമ്മേ, അയ്യോ അയ്യോ അമ്മേ. എലിവില്ല് വെച്ചിട്ടെങ്കിലും നിന്നെ വീഴ്ത്തിയില്ലെങ്കിലേ എന്റെ പേര് ചെമ്പകമംഗലത്ത് സാവിത്രി ഇതല്ല. അയ്യോ എന്റെ നടു. അമ്മയോ? അമ്മയ്ക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരായിരുന്നല്ലോ. കുടിക്കാൻ അമ്മ എന്താ നോക്കുന്നത്? പറ അമ്മേ, ഞാൻ എടുത്തരാം അമ്മേ. എന്താ? എന്താ അമ്മ, എന്താ പറ്റിയേ? ഇതൊക്കെ ഇവിടെ കൊണ്ടാണ് വെക്കുന്നത്. ഓരോ സാധനങ്ങൾ വെക്കാനും ഓരോ സ്ഥാനം ഉണ്ടായിരിക്കണം. എന്നാലേ ഇതിനൊക്കെ വൃത്തിയും ഭംഗിയൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് അവരുടെ ജീവിതത്തിലൊരു അടുക്കും ചിട്ടയൊക്കെ ഉണ്ടാവുക. ഏതൊരു വീട്ടിലെ അടുക്കള കണ്ടാലറിയാം അവിടുത്തെ കുടുംബിനിയുടെ മനസ്സും മഹത്വവും ഒക്കെയും. ഇത് മനസ്സുകൊണ്ട് നിറഞ്ഞുടച്ചവരോട് എന്തു പറയാ? മനസ്സും ചെതറിയത്, അടുക്കളയും ചെതറിയത്. ഓ അതെ, ഞാനിവിടെ കുറച്ച് കുങ്കുമപ്പൂ വെച്ചിരുന്നു. അതിവിടെ എങ്ങാനും ഉണ്ടോ നോക്കാൻ വന്നതാ. അതിനി എവിടാന്നറിയാനേ വല്ല ജോൾസിന്റെ അടുത്തേക്ക് പോകണം. ഓ, എന്നുമില്ലാതെ അമ്മ എന്തിനാ എന്നെ ഇങ്ങനെ വഴക്ക് പറയുന്നത്? നടുവിന്റെ ഏപ്പ് തിരിഞ്ഞുപോയി. കൊടുത്താ കൊല്ലത്തും കിട്ടുമെന്നുള്ള പഴഞ്ചൊല്ല് മറക്കുന്നത് കൊണ്ടാ ഇങ്ങനെയൊക്കെ വന്ന് ഭവിക്കുന്നത്. നട്ടലും വാരിയലും ഒക്കെ വട്ടോടിയാതിരുന്നതേ ഈ കുടുംബത്തിന്റെ ഭാഗ്യം. അയ്യോ ഉയ്യോ എന്റെ ഈശ്വര, തലയെങ്ങാനും ഇടിച്ചിരുന്നെങ്കിൽ ഇന്നെന്റെ കാര്യത്തിൽ തീരുമാനമായേനെ. ആ നശിച്ച പെണ്ണിനെ നന്ദിനി ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് എന്നോട് പകരം വീട്ടാനാണോന്നാ ഇപ്പൊ എന്റെ സംശയം. അമ്മേ, കൊട്ടൻ ചുക്കാതിട്ട് വല്ല ചൂട് പിടിക്കാൻ നിവൃത്തിയുള്ളൂ, അല്ലാതെ എന്റെ കാര്യത്തിൽ പോക്കാണ്. എന്താണ് നീ ഒറ്റയ്ക്കിരുന്ന് പെറുവെറുക്കുന്നേ? ആരോടെങ്കിലും ഉള്ള വൈരാഗ്യം പറഞ്ഞു തീർക്കുന്നതാണോ? അതൊന്നും അല്ല, ഞാനൊന്ന് നടുവും തല്ലി വീണമ്മേ. നടുവൻ തല്ലി വീണെന്നോ? ആ, നോക്കിയും കണ്ടും നടന്നില്ലെങ്കിലേ വീഴും. നോക്കിയും കണ്ടും നടക്കാഞ്ഞിട്ടൊന്നും അല്ല, ഞാൻ നല്ല സ്ഥലകാല ബോധത്തോടു കൂടി തന്നെയാ നടക്കുന്നത്. ഓ, ഇതെന്നെ തള്ളിയിട്ടതാ മനഃപൂർവ്വം. ആരെന്ന് ഇത്ര ചോദിക്കാനുണ്ടോ? ആ മരം കയറി പെണ്ണ് മീനാച്ചി. മീനാക്ഷിയോ? അവക്കല്ലാതെ മറ്റാർക്കെങ്കിലും എന്നെ തള്ളിയിടാനുള്ള ധൈര്യം ഉണ്ടോ അമ്മേ? അതില്ല. അവളൊരു ടൊർണാഡോ ചുഴലിക്കാറ്റാ. ഈ ചെമ്പകമംഗലം തറവാട് അവള് കാറ്റില് പറത്തു. അയ്യോ, ഇന്ന് അവൾ എന്റെ നടു തകർത്തു, നാളെ അവൾ എന്റെ തലയിൽ തകർക്കും. അമ്മേ, അവളുടെ കാര്യത്തിലേ ഇന്നെങ്കിലും അവസാനത്തെ തീരുമാനം ഉണ്ടാക്കണം. ഇല്ലെങ്കിലേ ഈ തറവാടേ ഉണ്ടാവൂല. അയ്യോ പോയോ? ആ നന്ദിനി കൊണ്ടുവന്ന പെണ്ണായതുകൊണ്ടാ അമ്മയുടെ ഈ മെല്ലെപ്പോക്ക് നയം. ഇല്ലെങ്കിലേ അമ്മ അവളെ പറപ്പിച്ചേനെ. അയ്യോ എന്റെ നടു. അയ്യോ
ഇതൊക്കെ ആരെങ്കിലും കാണോ എന്റെ ദൈവമേ? ഇവരെന്ത് ഈ പെട്ടിയും തൂക്കി ഈ വഴി പുറത്തേക്ക് പോകുന്ന? ഇതിലെന്തോ ഒരു ഉടായ്പുണ്ടല്ലോ. പെട്ടിക്കകത്ത് എന്തോ ഒരു രഹസ്യമുണ്ട്. അത് കണ്ടെത്തണം. ഇവരെ അങ്ങനെ അങ്ങ് വിടരുത്. അതെ, എന്തായിരുന്നു ഒരു കള്ളത്തരം? കള്ളത്തരോ? ആ, പൂച്ച കണ്ണു അടിച്ച് പാല് കുടിക്കും പോലെ. ഇതൊക്കെ ആരും കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ നിങ്ങള്? നിനക്ക് എന്താ പറ്റിയത്? എനിക്കൊന്നും പറ്റിയില്ല. നിങ്ങൾ അകത്ത് കൊണ്ടുപോയി ഒളിപ്പിച്ച ആ പെട്ടിയില് എന്താ ഒരു രഹസ്യം? അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല. എനിക്ക് നിങ്ങളിൽ നിന്ന് ചിലതൊക്കെ അറിയേണ്ട കാര്യമുണ്ട്. ആ, അതിനാണല്ലോ ഞാനിങ്ങനെ നിങ്ങളുടെ പുറകെ നടക്കുന്നത്. എന്റെ ലക്ഷ്യം അതാണല്ലോ. ആ പെട്ടിയിൽ എന്താണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അകത്തേക്ക് കയറരുത്. ഈ മീനാക്ഷി ഒരു കാര്യം തീരുമാനിച്ച ആ തീരുമാനം നടപ്പാക്കിയേ അടങ്ങും. മീനാക്ഷി, നിക്ക്. നിന്നോടല്ലേ പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങ. പിന്നെ ഒരു ഭീഷണി. പുറത്തിറങ്ങ. ദേ, എന്റെ ദേഹത്തൊട്ടാലുണ്ടല്ലോ. നിന്നോട് പറഞ്ഞു പുറത്തിറങ്ങ. ഇതല്ലേ ആ പെട്ടി? ആ പെട്ടി എടുക്കരുത്. എന്നാ പിന്നെ കാണുമല്ലോ. മീനാക്ഷി, ഇങ്ങനത്തെ പറഞ്ഞ എന്താ ഇതെല്ലാം? ചോദിച്ചത് കേട്ടില്ലേ? എന്താ ഇതെന്ന്? അപ്പോ ഇതൊന്നും ഈ അടുത്ത കാലത്ത് തുടങ്ങിയതല്ല. പണ്ട് നിങ്ങൾ എന്റെ അച്ഛന്റെ അമ്മയുടെ ലൈഫിൽ ഉണ്ടായിരുന്നു അല്ലേ? മീനാക്ഷി, മിണ്ടരുത് നിങ്ങള്. പണ്ടേ നിങ്ങൾ എന്റെ അച്ഛനെ മോഹിച്ചിരുന്നു. അച്ഛനെ വശീകരിച്ച് എടുത്തതാ നിങ്ങള്. പാവം എന്റെ അമ്മ അച്ഛനെ കണ്ണടച്ചങ്ങ് വിശ്വസിച്ചു. അച്ഛനെ ഒരിക്കലും സംശയിച്ചില്ല. ആ
അവസരം നിങ്ങൾ മുതലാക്കി. അങ്ങനെ നിങ്ങൾ അമ്മയുടെ ജീവിതം തന്നെ ഇല്ലാതാക്കി അല്ലേ? അല്ലേന്ന് നിങ്ങൾ എന്തൊരു വഞ്ചകയാ. ഞാൻ വഞ്ചകയായി. എല്ലാം തുറന്നു പറഞ്ഞാൽ ഇവളുടെ അമ്മയെ വെറുക്കും. വേണ്ട, ഈ ഫോട്ടോ എടുത്ത സാഹചര്യം ആ നന്ദിനി ഏട്ടത്തി ഇവിടെ ഇരിക്കേ, രാമേട്ടൻ ഇവിടെ ഇരിക്കേ. സാവിത്രി, എന്താച്ചാ? നീ ഡയറക്ഷൻ ചെയ്യാൻ നിൽക്കണ്ട, അതൊക്കെ ക്യാമറമാൻ ചെയ്തോളൂ. ഇങ്ങോട്ട് നീങ്ങിയിരിക്കും. ആ എല്ലാരും ഒന്ന് ചേർന്നിരുത്. ആ അതെ, ഞാനും ചേട്ടനും നടുക്ക് നിന്നോളാം. സാവിത്രി ഇവിടെ ഇരിക്കെ. എന്നാ ഓക്കെ. എല്ലാരും ഒന്ന് ചിരിച്ചേ. ചിരി ചിരി. ഈ ജഗദീഷ് അവിടെ പോയി. ആ അവനെ ഇത്തരം കാര്യങ്ങൾക്കൊന്നും കിട്ടാറില്ലല്ലോ. ആ എത്തിയോ? മൈ ഗോഡ്, ഫോട്ടോസ് ഞാൻ എടുക്കുമായിരുന്നല്ലോ. എന്തിനാ പുറത്തുനിന്ന് ഫോട്ടോഗ്രാഫറെ വിളിച്ചത്? മാധുരി ക്യാമറ നോക്കി വരുമെന്ന പേടി എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ടാ സ്റ്റുഡിയോയിൽ നിന്ന് ഫോട്ടോഗ്രാഫറെ വിളിച്ചത്. എന്തൊക്കെ പറഞ്ഞാലും അവളെന്റെ പെങ്ങളാ, അക്കാര്യം നീ മറക്കരുത്. ആ ചേട്ടാ, ചേട്ടനെ കല്യാണം കഴിച്ച നന്ദിനി എത്ര ഭാഗ്യവതിയല്ലേ. നിന്റെ ഈ മരങ്കേറ്റ സ്വഭാവം ഇല്ലായിരുന്നെങ്കിൽ നീയും ഇപ്പോ ഈ കുടുംബത്തിൽ ഒരു അംഗമാകേണ്ടിരുന്നതാ. ജഗദീഷിന് വേണ്ടി നിന്നെ ആലോചിച്ചതാ. ആ അവരത് നടക്കില്ല എന്ന് പറഞ്ഞത് മഹാഭാഗ്യം. അത് കറക്റ്റ്. ഈ കുടുംബത്തിലെ ഒരു അംഗമാകാൻ തന്നെയാ എന്റെ ശ്രമം. ഇനിയേ ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുക്ക. ഇത്തരം ഫോട്ടോയുടെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ എന്തിനാ ആരെങ്കിലും പറയുന്ന ഫോട്ടോ എടുക്കുന്നേ? നിങ്ങളെ വിളിച്ചിരിക്കുന്നതേ ചെമ്പകമംഗലത്തുള്ളവരുടെ ഫോട്ടോ എടുക്കാനാ. അമ്മ അത് പോട്ടെ അമ്മേ. മാധുരി ഇവിടെ നമുക്ക് അന്യൊന്നും അല്ലല്ലോ. ഇവിടെ നമ്മുടെ രാമേട്ടന്റെ സ്വന്തം അനിയത്തിയല്ലേ. ആ അനിയത്തിയൊക്കെ തന്നെയാ, പക്ഷെ ഇവക്ക് ഒട്ടും മാനേഴ്സ് ഇല്ല. ഒരു ഫോട്ടോ എടുത്തത് ഇത്ര വലിയ കുറ്റമാണോ സാവിത്രി? അത് വിട്ടേക്ക്, റിലാക്സ്. നീ വന്നേ. ദേ, സ്നേഹവും വാത്സല്യവും ഏറെ നിനക്ക് ഞാൻ തന്നിട്ടുണ്ട്. പക്ഷേ അതൊരു ദൗർബല്യമായി കണക്കാക്കരുത്. ഏട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? നോക്ക്, ഞാൻ വളരെ സീരിയസ് ആയി പറയുകയാണ്. നീ അവർക്കിടയിൽ പ്രശ്നമുണ്ടാക്കരുത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതോ മനസ്സിലായില്ല എന്ന് നീ നടിക്കുകയാണോ? ജയരാമൻ ഇപ്പോൾ നന്ദിനിയുടെ ഭർത്താവാണ്. അവരുടെ ദാമ്പത്യ ജീവിതം നീ ആയിട്ട് തകർക്കരുത്. ഏട്ടൻ മരുമകനായി താമസിക്കുന്ന ഈ വീട്ടിലേക്ക് ഞാനൊരു മരുമകളായി കയറി വന്നാൽ എങ്ങനെയിരിക്കും? ഇത്തരം ചീത്ത ചിന്ത നിനക്കുണ്ടെങ്കിൽ നിനക്കെന്തോ മാനസിക രോഗമാണെന്ന് ഞാൻ കരുതും. നിന്നെ ചങ്ങലക്കിടേണ്ടി വന്നാൽ ഞാനത് ചെയ്തിരിക്കും. ഓർമ്മയിരിക്കട്ടെ. ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ നിൽക്കുന്ന നിങ്ങളുടെ ഈ ധിക്കാരം കാണുമ്പോ എനിക്ക് കലിയാ വരുന്നേ. നിങ്ങളൊരു സ്ത്രീയാണോ? വാസ്തവത്തില് നിങ്ങൾ എന്ത് അവതാരമാ? കൊലപാതകിയാ നിങ്ങൾ, കൊലപാതകി.
എന്റെ അമ്മയെ കൊന്നു കളഞ്ഞ ദുഷ്ട. നീ എന്തും പറഞ്ഞോ, എത്ര വേണമെങ്കിലും ശപിച്ചോ. എല്ലാം കേട്ട് നിൽക്കാൻ എനിക്ക് നിർവാഹമുള്ളൂ. എന്റെ അച്ഛന്റെ അമ്മയുടെയും ജീവിതം നശിപ്പിച്ചിട്ട് എന്റെ അമ്മയെ കൊന്നു കളഞ്ഞിട്ട് ഒരു കുറ്റബോധം ഇല്ലാതെ നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നു? എന്റെ അമ്മയ്ക്ക് മാത്രം കിട്ടേണ്ട സ്നേഹം നിങ്ങൾ തട്ടിയെടുക്കുന്നത് കണ്ടിട്ട് എന്റെ അമ്മ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടാവും, എത്രമാത്രം കരഞ്ഞിട്ടുണ്ടാവും. സീതയും രാമനുമായിരുന്നു എന്റെ അച്ഛനും അമ്മയും. അതിനിടയിലേക്ക് കടന്നു വന്ന രാക്ഷസിയാ നിങ്ങള്, രാക്ഷസി.